നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശരീരത്തിന് അമിതമായ ക്ഷീണം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ സന്ധിവേദന അല്ലെങ്കിൽ അമിതമായ മുടി കൊഴിച്ചിലുണ്ടാകുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡിയുടെ ലെവൽ. ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് എത്രയാണെന്നൊന്ന് നോക്കിയിരിക്കണം. കുട്ടിക്കാലം മുതൽ തന്നെ വൈറ്റമിൻ ഡിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡി കൂടുതലായിട്ടും ലഭിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടതിൻ്റെ 80% ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക വൈറ്റമിനാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻ ഡി ഒരു കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറുതിലെ മുതൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളിലായാലും ശരി, മുതിർന്നവരിലായാലും ശരി. ഇപ്പം മാറിയ ഒരു ജീവിതശൈലിയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പം വെയിൽ കൊള്ളാതെ ജോലി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മാക്സിമം അകത്തിരുന്നിട്ട് AC റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് ഏറെ പേര്. ഇന്ത്യയെ സംബന്ധിച്ച് നന്നായിട്ട് വെയിൽ ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാലും നമ്മൾ ഈ ഒരു ചൂടിൻ്റെ കാഠിന്യം കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാക്സിമം വെയിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ കുട പിടിക്കുകയോ അല്ലെങ്കിൽ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ അവർ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് വെയിൽ തട്ടിയാലും വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തിന് ശരീരത്തിന് സാധിക്കാതെ വരും. നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ 20 മുതൽ 50 നാനോഗ്രാം/ml വൈറ്റമിൻ ഡി ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എല്ലുകളുടെ ഒരു നോർമൽ ഗ്രോത്തിനെയും ഫങ്ഷൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം, ഫോസ്ഫേറ്റ് പോലത്തെ മിനറൽസിനെ ശരീരത്തിന് ആഗിരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് ആദ്യകാലത്ത് ഈ പറഞ്ഞ പോലെ എല്ലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ സന്ധിവേദനയൊക്കെ ആയിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ലക്ഷണങ്ങളുടെയും പിന്നിൽ ഈ വൈറ്റമിൻ ഡിയുടെ കുറവാകാം. ഇപ്പോൾ ഉറക്കക്കുറവ്, ശരീരത്തിന് കഴപ്പ്, അല്ലെങ്കിൽ ഓവറായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന, സ്ട്രെസ് ഉണ്ടാകുന്ന ആൾക്കാരിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കാണിക്കാറുണ്ട്. മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. പിന്നെ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പല ചേഞ്ചസ്, ചില അലർജി കണ്ടീഷൻസിലും വൈറ്റമിൻ ഡിയുടെ കുറവ് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ നമ്മൾ പ്രസവത്തിന് ശേഷം കുട്ടികൾക്ക് ഒരു വയസ്സ് വരെയൊക്കെ നിർബന്ധമായിട്ട് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇത് കുട്ടികളിൽ എല്ലുകളുടെ വളർച്ച, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളെ തൈറോയ്ഡ് രോഗങ്ങളിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് പിന്നീട് പല സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കേസിൽ ഫാറ്റി ലിവറിൻ്റെ കൂടെ കാണാറുള്ള ഒരു ഫൈൻഡിങ് ആണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ വളരെ ആവശ്യം വേണ്ട ഒരു വൈറ്റമിനാണ്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. നോർമൽ ലെവൽ നമ്മൾ പറഞ്ഞു 20 to 50 നാനോഗ്രാം/ml ആണ് നോർമൽ റേഞ്ച് വരുന്നത്. ഇതൊരു 20-ന് താഴെ പോകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. 10 താഴെ പോയാൽ സിവിയർ ഡെഫിഷ്യൻസി ആയി. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ് എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇത് ശരീരത്തിൽ നമ്മൾ സ്വയം അതിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം വെയിൽ കൊള്ളുക, ആവശ്യത്തിന് വെയിൽ കൊള്ളുക. ഒരുപാട് നേരം വെയിലത്ത് പോയി നിന്നിട്ട് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാനല്ല പറയുന്നത്. രാവിലെ ഒരു 10 മണി മുതൽ 3 മണി വരെയുള്ള സമയം, ഈ സമയത്ത് മാക്സിമം മുഖത്ത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കിയിട്ട് കൈകളിലും കാലുകളിലും വെയിൽ കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഡെയിലി ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ. അത് ഒന്നിച്ച് വെയിൽ കൊള്ളണം എന്നില്ല, 30 മിനിറ്റ് കണ്ടിന്യൂസ് വെയിൽ കൊള്ളണം എന്നില്ല. ഒരു 15 മിനിറ്റ് രാവിലെയും വൈകിട്ടുമായിട്ട് വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. വൈറ്റമിൻ ഡിയുടെ 80% സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇതല്ലാതെ നമ്മൾ പറഞ്ഞൊരു 20% ഫുഡിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 20%-ന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാര സാധനങ്ങളുണ്ട്. പിന്നീട് സിവിയർ ഡെഫിഷ്യൻസി 10 നാനോഗ്രാമിലൊക്കെ താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ട ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻ ഡിയുടെ സോഴ്സായിട്ട് പറയുന്നത് മത്സ്യമാണ്.
അപ്പോൾ അതിൽ ചാള, ചൂര, അയില പോലത്തുള്ള മത്സ്യങ്ങളിൽ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നീട് പാലും പാലുൽപ്പന്നങ്ങളും പനീർ പോലുള്ളതിനകത്തൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഡെയിലി ഒരു മുട്ട കഴിക്കുക. മുട്ടയുടെ മഞ്ഞയിലാണ് അധികമായിട്ടും വരുന്നത്. പിന്നീട് കോഴിയിറച്ചി. വെജിറ്റേറിയൻസിന് കൂണ് കഴിച്ചാൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി ലഭിക്കും. അപ്പോൾ ഈ ആഹാര സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊന്നും നമുക്ക് ഓവറായിട്ട് കഴിക്കാൻ പറ്റുന്നതല്ല. കാരണം കൊളസ്ട്രോളിനുള്ള ടെൻഡൻസി കൂട്ടുന്ന ആഹാര സാധനങ്ങളാണിതെല്ലാം. വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ നോക്കുന്നത് എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ മിക്ക കണ്ടീഷൻസിലും വൈറ്റമിൻ ഡിയുടെ അളവ് നോക്കാൻ പറയാറുള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മളെല്ലാവരും അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ കുട്ടികൾ പുറത്തേക്ക് കളിക്കാൻ പോകുന്നതും കുറവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെയിലേൽക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കുറവാണ്. എന്നാൽ വൈറ്റമിൻ ഡി നമ്മൾക്ക് വളരെ അത്യാവശ്യം വേണ്ട, നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആരോഗ്യ വിദഗ്ധൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ലെവലൊന്ന് ടെസ്റ്റ് ചെയ്ത് കുറവാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ മാർഗ്ഗങ്ങളും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നല്ല ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റും കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.